നിൽക്കൂ. അവിടെ നിന്നാ മതി. ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ തറവാട്ടിലേക്ക് കയറരുത്. അരവിന്ദ, ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. അമ്മയുടെ വാക്ക് ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ അന്ന് തീർന്നതാ ഈ കുഞ്ഞിന്റെ അമ്മയും തറവാടും തമ്മിലുള്ള ബന്ധം. എന്റെ പെങ്ങളായ അവള് അന്ന് തറവാടിന് വരുത്തി വെച്ച നാണക്കേട് അമ്മ മറന്നു കാണും. പക്ഷെ ഞങ്ങൾ മറക്കില്ല. പൊട്ടിച്ചെറിഞ്ഞതൊന്നും കൂട്ടിച്ചേർക്കാൻ നോക്കണ്ടമ്മ, ഞങ്ങളത് സമ്മതിക്കില്ല. എന്റെ മോള് മരിച്ച് തലയ്ക്കും മീതെ നിൽക്കുക. ശരിയാ, അവൾക്കൊരു തെറ്റുപറ്റി. സ്നേഹിച്ച പുരുഷനോടൊപ്പം അവൾ ഇറങ്ങിപ്പോയി. അത് നരകത്തിലേക്കുള്ള പോക്കായിരിക്കുമെന്ന് പാവം അവൾ അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എന്റെ മോളുടെ കുഞ്ഞായത്. ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? ഇതിന്റെ അച്ഛൻ വരുന്നതുവരെങ്കിലും ഈ കുഞ്ഞിനെ നോക്കിയേ പറ്റൂ. കുഞ്ഞിന്റെ അച്ഛൻ എവിടെ നിന്ന് വരാനാ എന്റെ പൊന്നമ്മേ? നാട് മുഴുവൻ സംബന്ധം ചെയ്ത് നടക്കുന്ന ആള് ഈ കുഞ്ഞിനെ അന്വേഷിച്ച് വരുമെന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢിയാണോ എന്റെ അമ്മ? പാപത്തിന്റെ സന്തതിക്ക് വളരാനുള്ള സ്ഥലമല്ല തിരുവമ്പാടി തറവാട്. വെക്കോ അമ്മ, വെക്കോ. വല്ല അനാഥാലയത്തിനും കൊണ്ടുവന്നാക്ക്. ഇങ്ങോട്ട് കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, അതിന് നിന്റെ ഒന്ന് സമ്മതം ഈ വൈദേഹിക്ക് വേണ്ടെങ്കിലും. നിന്നെയൊക്കെ പ്രസവിച്ചതുപോലെ തന്നെയാ ഞാൻ ഇവളുടെ അമ്മയും പ്രസവിച്ചത്. നിങ്ങളുടെ മനസ്സില് പെങ്ങളല്ലാണ്ടായി മാറിക്കാണും. പക്ഷെ എന്റെ മനസ്സില് അവൾ ഇപ്പോഴും മോള് തന്നെയാ. ആ മോളുടെ കുട്ടിയാണിതെങ്കിൽ, ഞാൻ ഇവളുടെ അമ്മൂമ്മയാണെങ്കിൽ, ഇവൾ ഈ തറവാട്ടിൽ തന്നെ വളരും, എന്റെ കൊച്ചുമോളായിട്ട്. തിരുവമ്പാടി തറവാടിലെ സന്തതിയായിട്ട്. തടയാൻ ആരാ ധൈര്യം കാണിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. വഴിന്ന് മാറട. ഇവരുടെ കഷ്ടകാലം ഇന്നത്തോടെ തുടങ്ങുക രാമകൃഷ്ണ. തമ്പുരാട്ടിയായിട്ട് വാഴിക്കാമെന്നായിരിക്കും അമ്മയുടെ വിചാരം. നടക്കില്ലത്. സരസ്വതി, നീ കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണണം. അമ്മയില്ലാത്ത കുഞ്ഞ. ആ കാരണം കൊണ്ട് ഇവൾക്കൊരു കുറവും ഉണ്ടാവരുത്. നല്ല കനം. 4.5 കിലോയാ തൂക്കം. എന്നാലും സുന്ദരിയാ. പേര് വല്ലതും? ചോദ്യം നാളിലാ ജനിച്ചത്. അതുകൊണ്ട് സ്വാതി. അത് കൊള്ളാം. സ്വാതി. നക്ഷത്രം ചോതി.
കണ്ടോ, ഇന്ന് നിന്റെ തടിയെ കളിയാക്കുന്നവര് ഒരു ദിവസം അതിനെ അഭിനന്ദിക്കും. അമ്മ വെറും വാക്ക് പറയാറില്ലെന്ന് അറിയാലോ നിനക്ക്. എന്റെ മോള് പോയിട്ട് മേല് കഴുകിയിട്ട് വാ. ദേവപ്രിയ പോയതിനേക്കാൾ ഭംഗിയായിട്ട് നീ കല്യാണത്തിന് പോകും. നീ ചെല്ലേ. ഹായ്, ഇത് മുഴുവൻ അമ്മൂമ്മയുടേതാ? അതെ, നിന്റെ കല്യാണത്തിന് ഞാൻ കരുതി വെച്ചിരുന്നതാ. ആ, ഇവിടെ ഇരിക്കെ. ദാ. ഓ, ഇത് വേണ്ട, ഇത് പാകമായിരിക്കും. ഇനി ഈ മാലയും കൂടി ഇട്ട എന്റെ മോള് സുന്ദരിയായിരിക്കും. നല്ല ഭംഗിയുണ്ടപ്പോ നിന്നെ കാണാൻ. അവിടെ ചെന്നാ അമ്മായി വഴക്കും അറിയോ അമ്മൂമ്മ? എന്തിന്? ദേവപ്രിയയുടെ മാത്രമല്ലല്ലോ, നിന്റെയും കൂട്ടുകാരിയല്ലേ ഷാഹിന. ആരും ഒന്നും പറയില്ല. മോള് പോയിട്ടോ. ഇതാരാ? ഇതാണ് സ്വാതി, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി. മോൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടം അവളെ. പാവ അവള്. ശരീരം പോലെ തന്നെ മനസ്സിന് നല്ല വലിപ്പമുണ്ട്. എത്ര കിലോ വെയിറ്റ് ഉണ്ട്? നോക്കിയിട്ടില്ല. വാ, ചടങ്ങ് തുടങ്ങാം.
ഇവള് മൈലാഞ്ചി ഇട്ടോണ്ട് എന്ത് ദോഷം വന്നാലും ഞാനതങ്ങ് സഹിച്ചു. നീ ഇട് സ്വാതി. വേണ്ട ഷാഹിന, ഞാൻ കാരണം എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. സ്വാതി മോളെ, വേണ്ട ഉമ്മ, എന്റെ മനസ്സുണ്ട് ഇവിടെ ഷാഹിനയ്ക്കൊപ്പം. അത് മതി, അത് മാത്രം മതി. ഇങ്ങോട്ട് വന്നതിന് ഇത്രയ്ക്ക് എന്നെ ശിക്ഷിക്കണ്ടായിരുന്നു. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ നിനക്ക് ലീവ് കിട്ടുമെന്ന് സംശയമായിരുന്നു. ചെറുക്കൻ IT ഫീൽഡിലാണെന്നല്ലേ പറഞ്ഞു. അതെ, അവന് അമേരിക്കയിൽ പോകാൻ വിസ ശരിയായിരിക്കുക. ആഹാ. ഫാമിലി വിസയാ. കൂടെ ദേവയ്ക്കും പോവാം. നീ അതോട്ട് ചെല്ല്. അതെ, ആ അവരെത്തിയെന്ന് തോന്നുന്നു. നമസ്കാരം. വന്നോട്ടെ. നമസ്കാരം. ഇന്ന് രാവിലെ അവൻ പറയുന്നത് ഞായറാഴ്ച രാവിലെ ഇവന് ദുബായിക്ക് പോണോന്ന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ടാ ചടങ്ങ് ഇന്നത്തേക്കാക്കിയത്. അതൊന്നും സാരമില്ല, ഞങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടായിട്ടില്ല. വരൂ, അകത്തേക്ക് ഇരിക്കാം. ആയിക്കോട്ടെ. ഈ മാല ഇവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇവൾക്ക് എന്തിട്ടാലും ചേരും. എന്താടി നോക്കി നിന്ന് വെള്ളം ഇറക്കുന്നത്? കണ്ണെങ്ങാനും വിട്ടാലേ അടിച്ച് പുറം പൊളിക്കും ഞാൻ. കരിങ്കണ്ണിയാ. അങ്ങനൊന്നും പറയല്ലേ ഏട്ടത്തി, അവള് പാവം. പാവം. സേതുവിനെ അറിയില്ലല്ലോ ഇവളുടെ കയ്യിലിരിപ്പൊന്നും. ഞങ്ങളെ നാണം കെടുത്തുക, അതാ ഇപ്പൊ ഇവളുടെ പതിവ്. അസൂയ. എന്റെ മോൾക്കൊരു നല്ല കാര്യം വരുന്നത് കണ്ട സഹിക്കില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? അവിടെ നിക്ക്. ആ ഭാഗത്തേക്കൊന്നും വന്നു പോകരുത്. ഈ വീട്ടിലെ പാരമ്പര്യം ഇതാണെന്നെങ്ങാനും അവർക്ക് തോന്നിയാ അതോടെ വെള്ളത്തിലാകുന്നത് എന്റെ മോളുടെ ഭാവിയാ. ഞാനത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ഞാൻ സ്ലിമ്മ, പക്ഷെ ഇവളെ കണ്ട എന്നോടുള്ള സകല ഇംപ്രഷനും പോവും. ഒരു ഭാഗത്തെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. വന്നിരിക്കുന്നത് നല്ല കൂട്ടരാ. നടന്ന അത് ദേവയുടെ യോഗമാ. ദേവപ്രിയ ഏതൊരു പഠിച്ചു? PG കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോഴേക്കും അവളുടെ ടേസ്റ്റ് മാറി, വേറെന്തോ പഠിക്കണമെന്നായി. തറവാട്ടിൽ ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ട് എന്ത് വേണമെങ്കിലും പഠിച്ചോളാം ഞാനും പറഞ്ഞു.
എന്നാ പിന്നെ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. ആയിക്കോട്ടെ. ആ ചെന്ന് സംസാരിക്ക്. ചെല്ലു മോളെ ചെല്ല്. ആ പരിചയപ്പെടുത്താൻ മറന്നു, ഇതെന്റെ അനുജന, ബാങ്ക് മാനേജർ. രാമകൃഷ്ണൻ. ആ ഇതെന്റെ ഭാര്യ ദേവകി. ചായ കുടിക്കാം. സൂക്ഷിച്ചു. പതിവില്ലാത്ത വിരുന്നുകാരൊക്കെയാണല്ലോ വരുന്നത്. കൊറേ ദിവസമായി കരുതുന്നു വരണോന്ന്. സമയം കിട്ടണ്ടേ? ഇവളെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാറേ ഇല്ല. പണിയൊഴിഞ്ഞ് നേരം കിട്ടണ്ടേ അമ്മായി? പിന്നെ പണി. നിനക്കെന്താ 1-2 ദിവസം ഇവിടെ വന്ന് നിന്നാല്? അതിന് അമ്മാവൻ സമ്മതിക്കണ്ടേ? അമ്മ വാ. കൃഷ്ണേട്ടാ. ആ അമ്മയോ? എന്താ അമ്മ വിശേഷിച്ച്? കാര്യമുണ്ട്, നീ അകത്തേക്ക് ചെല്ല്. ആ സ്വാതി, മുറിയില് രാഹുലുണ്ട്. അതിനു മുമ്പ് നീ ആ തേങ്ങയൊന്ന് അരച്ചു വെച്ചേക്ക്. പിന്നെ കുറച്ച് തുണി വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് തിരുമിയിട്ടേക്ക്. നീയാവുമ്പോ അതിന്റെ മയത്തിലും തഞ്ചത്തിലും ഒക്കെ ചെയ്യും. ഏതച്ഛൻ വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല. ഒന്ന് പോടി അവിടുന്ന്. എന്താ അമ്മ പറയാനുള്ളത്? സ്വാതിയുടെ കാര്യം തന്നെയാ. അവക്കും വേണ്ടേടാ ഒരു കുടുംബം. അതിനെ തടി ഉള്ളതുകൊണ്ട് ആരെങ്കിലും തയ്യാറാവൂ? ശരിക്കൊന്ന് അന്വേഷിച്ചാ കിട്ടും. തടിയുള്ള എത്രയോ ചെറുക്കന്മാരുണ്ട്. അവരെ ആരെങ്കിലും കണ്ടുപിടിച്ച് നമുക്കിത് ഉടനെ നടത്തണം. അതിന് അവള് സമ്മതിച്ചോ? ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ പുറത്ത് കാണിക്കില്ല. അത് മനസ്സിലാക്കി നമ്മൾ വേണ്ടേ അത് ചെയ്തു കൊടുക്കാൻ. ഇപ്പോ അവക്ക് കൂട്ടായിട്ട് ഞാനുണ്ട്. നാളെ എനിക്കെന്തെങ്കിലും പറ്റിയ ഇപ്പൊ അവൾ അനുഭവിക്കുന്നതായിരിക്കില്ല. എത്രയൊക്കെ വന്നാലും ഉമയുടെ മോളല്ലേ അവള്. ഉമ്മയെ ഓർത്തിട്ടൊന്നുമല്ല, അവളെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയ നാണക്കേട് അത്ര പെട്ടെന്നൊന്നും മറക്കാനും പറ്റത്തില്ല. എന്നാലും ഇവൾക്ക് പറ്റിയ ഒരാളെ അത് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാൽ ശ്രമിക്കാം, ഒത്തുവന്നാൽ നടത്താം. ഇപ്പൊ പുതിയ ട്രീറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, കൊഴുപ്പൊക്കെ എടുത്തു കളയാൻ പറ്റുന്ന തരത്തില്. അങ്ങനെ വല്ലതും ചെയ്ത് തടിയൊന്ന് കുറയ്ക്കാൻ നോക്കിക്കൂടെ? അതൊക്കെ കേടാ. കാശ് പോകുന്നല്ലാതെ തടി ഒന്നും കുറയില്ല. കുറച്ചു കാലം മെലിഞ്ഞൂന്ന് തോന്നും, പോയത് പിന്നെയും വരും. ഇപ്പൊ ചികിത്സയെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അവൾ എങ്ങനെയാണോ ഇപ്പൊ ഉള്ളത് ആ നിലയിലുള്ള ഒരു ചെറുക്കനെയാ വേണ്ടത്. എല്ലാവരോടും സ്നേഹമുള്ളവളാ. അത് ശരിയാ. അത് മാത്രമല്ല, എന്ത് പണിയും ചെയ്തോളൂ. നമുക്ക് ആലോചിക്കാം. ഇനി അമ്മയ്ക്കൊരു ചായ ആവാലോ? മധുരം വേണ്ട, ഞാനിപ്പൊ കൊണ്ടുവരാം. കുണ്ടുമണി, നീ എപ്പ എത്തി? വന്നതേ ഉള്ളൂ. നീ പിന്നെ ഒന്ന് തടിച്ചോ? ഞാൻ എന്ത് ചെയ്യാനാ രാഹുലേട്ടാ?
പച്ചവെള്ളം മാത്രം കുടിച്ചാലും തടിക്കുന്ന പ്രകൃതം എന്റെ. ഞാൻ മാത്രല്ല, അമ്മമ്മ വന്നിട്ടുണ്ട്. ആണോ? അപ്പൊ എന്തോ കാര്യമുണ്ടല്ലോ. ആ, അച്ഛമ്മയൊക്കെ നമുക്ക് പിന്നെ കാണാം. നീ നിന്റെ വിശേഷം പറ. നീ ഹാപ്പിയാണോ? ഞാൻ പ്രതീക്ഷിച്ചു ഈ ചോദ്യം. ആ, എന്നോട് സന്തോഷമാണോ എന്ന് ചോദിക്കുന്ന ലോകത്തുള്ള ഒരേ ഒരു മനുഷ്യനല്ലേ. അതുകൊണ്ടാ ഗുണ്ടുമണി എന്ന് വിളിക്കുമ്പോ തലയ്ക്ക് ഞാൻ കിഴക്കാത്ത. ആ. എന്നെ എന്തെങ്കിലും നീ ചെയ്താ വികലാംഗ പീഡനത്തിൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എന്തു കുറവുണ്ടോന്ന്? എടി ഗുണ്ടുമണി, ഈ അസുഖം ജന്മന എന്റെ കൂടെ പോകുന്നതാ. അതുകൊണ്ട് തന്നെ മരിക്കുന്നവരെ ഇതെന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഞാനിപ്പോ എന്റെ കുറവുകളെ സ്നേഹിച്ചു തുടങ്ങി. അതുകൊണ്ട് എനിക്ക് നിരാശയുമില്ല, സങ്കടവും ഇല്ല. അപ്പൊ ഹാപ്പിയാണ്. യെസ്. അയ്യോ അയ്യോ, എന്താ എന്താ മോളെ? എന്താ എന്താ പറ്റിയേ? സുഖമില്ലാന്ന് തോന്നുന്നു. വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ഈ കുന്നിന്റെ മുകളിൽ നിന്ന് എങ്ങനെ താഴെ ഇറക്കും? വണ്ടി വിളിക്കാൻ പറ്റുമോ? അതിന് വണ്ടി ഇങ്ങോട്ട് കയറണ്ടേ? മാറി നിക്ക. വണ്ടി എടുക്ക, ആശുപത്രി പോണം. ചേച്ചിയും കൂടെ കയറ്. വേഗം പോ. കഴിച്ചോ? കിടന്നോ?
അമ്മേ പേടിക്കാനൊന്നുമില്ല. സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോവാൻ? അതും ആ അമ്പലം. ഇവിടെ വേറെ എത്രയോ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അവിടെ പോയ പോരായിരുന്നോ? ഒരു വഴിപാടുണ്ടായിരുന്നു. വഴിപാട്? ഇനി ഒറ്റയ്ക്ക് എവിടെങ്കിലും പോയിന്ന് ഞാൻ അറിഞ്ഞ. ആ, കൂട്ടിന് എനിക്കാരാ ഉള്ളത്? നിങ്ങൾക്കെല്ലാവർക്കും തിരക്കല്ലേ എപ്പോഴും. ആ സമയത്ത് ആ പെൺകുട്ടി വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ കണ്ണുടച്ച് കിടന്നേനെ മുമ്പിലത്തെ ഹാളില്. പിന്നെ വയസ്സ് 50 പോലും ആയില്ല, അപ്പോഴേക്കും കിടക്കാൻ പോവല്ലേ? കിടന്നേനെ. BP കൂടിയതാ. അമ്മ പറഞ്ഞ പോലെ ആ പെൺകുട്ടി വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചെന്നെ. പെൺകുട്ടിയോ? അതെ, അമ്മയ്ക്ക് BP കൂടിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാരും പകച്ചു നിൽക്കായിരുന്നു അത്രേ. അപ്പോഴാ ഒരു ഭയങ്കര തടിയുള്ള പെണ്ണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ പെണ്ണ അമ്മയെ ചുമന്ന് താഴെ എത്തിച്ചത്. ആരാ പെണ്ണ്? എവിടത്തെയെന്നറിയോ? എങ്കിൽ നേരിട്ട് പോയി കണ്ട് താങ്ക്സ് പറയായിരുന്നു. അമ്മ പറയുന്നത് അത് ഭഗവാനായിരുന്നു എന്നാ. എനിക്ക് ഒരു സംശയമില്ല, ഭഗവാൻ തന്നെ ആ രൂപത്തിൽ വന്നത്. അല്ലെങ്കിൽ പിന്നെ അത്രയും വണ്ണം ഉണ്ടാവും ഒരു പെൺകുട്ടിക്ക്? ഭയങ്കര തടിയായിരുന്നു ആ കുട്ടിക്ക്. എന്തായാലും അമ്മ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്ക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. അതെ, ആരോഗ്യമൊക്കെ ഒന്ന് നന്നാവട്ടെ, എന്നിട്ട് മതി സർക്കിട്ടൊക്കെ. നീൽ, എന്താ അമ്മേ? നീ ആ അമ്പലത്തിലൊരു വഴിപാട് കഴിക്കണം, എന്റെ പേരും നാളും പറഞ്ഞ്. അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ. അമ്മയെ രക്ഷിച്ച ഭഗവാനെ എനിക്കൊന്ന് കാണണമല്ലോ. ഇതാണ് ഹീറോയിസം. എന്താണ് ഇതൊക്കെ? വലത് കാലം വെച്ച് കയറി. ആ അമ്മേ, ഇത് വേദ, ഇതാണ് അമ്മ, ഇതച്ഛൻ. അത് കലക്കി. അമ്മയ്ക്ക് ചെസ്റ്റ് പെയിൻ വന്നെന്ന് അറിഞ്ഞപ്പോ മുതല് വേദ പറയാ ഒന്ന് വന്ന് കാണണമെന്ന്. അത് പാടില്ലെന്ന് ഞാൻ വിലക്കിയതാ, കേട്ടില്ല. നീ എന്തിനാ വരണ്ടെന്ന് പറഞ്ഞേ? അതായത് ഈ പെൺകുട്ടികള് സാധാരണ കല്യാണത്തിന് ശേഷമാണല്ലോ ഭർത്താവിന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ആ പതിവ് തെറ്റിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ. ഓഹോ, അപ്പോ ഇതാണോ ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി? അതെ. അല്ലേ? മോളുടെ പേരെന്താന്നാ പറഞ്ഞേ? വേദ. നല്ല പേര്. വേദ നീൽ മഹേഷ്. നല്ല ഋതുണ്ട് പറയുമ്പോ. അല്ല, മോളുടെ വീട് എവിടെയാ? സിറ്റി തന്നെയാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛന് ബിസിനസ്സാ, കൺസ്ട്രക്ഷൻ ഫീൽഡാ. വേദ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? അത് ഞങ്ങളുടെ കമ്പനിയാ. ഓ, വേദ ബിൽഡേഴ്സ്. അതെ, കേട്ടിട്ടുണ്ട്. അമ്മയുടെ ടെൻഷനൊക്കെ മാറിയല്ലോ. ഇവൻ പെണ്ണ് കെട്ടുന്നില്ല എന്നുള്ള പരാതി ഇനി മേലാൽ പറഞ്ഞേക്കരുത്. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കുന്നതല്ലേ അതിന്റെ മര്യാദ? അവർക്ക് എതിർപ്പില്ലെങ്കിൽ വേഗം ഇതങ്ങ് നടത്താലോ. അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റില്ലമ്മേ. അതെന്താ? വേദ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, 6 മാസം കഴിയുമ്പോൾ തീരും. അതുവരെ കാത്തിരിക്കേണ്ടി വരും. അത് ഇവിടെ വന്നാലും പഠിക്കാലോ. നീ കല്യാണം കഴിഞ്ഞാൽ പഠിപ്പൊന്നും ശരിയാവില്ല. അതൊക്കെ സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ അമ്മേ. ആദ്യമായിട്ടാ വേദ വീട്ടിൽ വരുന്നത്. ഒരു ചായ വേണമെന്ന് പോലും അമ്മ ചോദിച്ചില്ലല്ലോ. ഓ, ഞാനത് മറന്നു. വാ മോളെ, നമുക്കകത്തിരിക്കാം. ഇങ്ങോട്ട് വാടാ. വേദ പഠിക്കുന്ന കോഴ്സ് ഏതാണെന്ന് പറഞ്ഞ്? അത് ഞാൻ വെറുതെ നുണ പറഞ്ഞല്ലേ.
അങ്ങനെയെങ്കിലും ഒരു 6 മാസം നീട്ടി കിട്ടുമല്ലോ. എനിക്ക് തോന്നി കൊച്ചു കള്ളൻ. നിങ്ങൾ വരുന്നില്ലേ? ആ ദാ വരുന്നമ്മേ, വാ. സ്വാതി, നീ ഇന്ന് എന്തു പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. കാരണം ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാ. നിനക്ക് എന്നാ സന്തോഷം ഇല്ലാത്തത്? ഇത് അതുപോലൊന്നും അല്ല. എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് നീൽ മഹേഷ് ആക്സെപ്റ്റ് ചെയ്ത ദിവസമാ. എന്താ? ഞാൻ അയച്ച ഫ്രണ്ട് റിക്വസ്റ്റേ. ഓ, നിനക്ക് പിന്നെ ഇതൊന്നും അറിയില്ലല്ലോ അല്ലേ? നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ നീൽ മഹേഷ്. അയാള് ഞാനും ഇപ്പൊ സുഹൃത്തുക്കളാ. ഇതെന്തിന്റെ തുടക്കമെന്നറിയോ? വട്ടിന്റെ ആണോ? നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. എടി, ഞാനും നീൽ മഹേഷും തമ്മിൽ ഒന്നാവുന്നതിന്റെ തുടക്കമാ ഇത്. അടുത്ത സ്റ്റെപ്പ് ചാറ്റിങ്ങാ, പിന്നെ വിളി, അതിനുശേഷം കാണൽ, പ്രേമം, കല്യാണം. നീ ഇവിടെ വന്ന് നിൽക്കാണോ? ദേ, വേഗം റെഡിയാകാൻ പറഞ്ഞു അച്ഛൻ. നിന്നെ കാണാൻ ആരോ വരുന്നുണ്ടെന്ന്. എന്തിന്? പെണ്ണ് കാണാൻ. എന്താ വരണ്ടാന്ന് പറയണോ? വേണ്ട, വന്നോട്ടെ. അവര് വരണ്ട. വന്ന ആ ചെറുക്കനെ ദേവ അപമാനിക്കും. സ്വാതി, ഞാൻ പറയും. ദേവയ്ക്ക് വേറൊരാളെ ഇഷ്ടോ? അത് മറച്ചു വെച്ചാ ഇവളീ പെണ്ണ് കാണാൻ നിന്ന് തരുന്നത്. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിച്ച് ഇവിടം വരെ വരുത്തുന്നേ? നേരാണോടി ഇവള് പറയുന്നത്? അതെ. കൊല്ലും ഞാൻ. ആരാടി അവൻ? അയ്യോ, ചെറിയ പുള്ളിയൊന്നും അല്ല. ആളിന്റെ പേരറിഞ്ഞ അമ്മായി ഞെട്ടും. നീൽ മഹേഷ്, നടന. ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ? അവനെ നിനക്കെങ്ങനെ അറിയാം? അങ്ങനെ അറിഞ്ഞിട്ടൊന്നും അല്ല അമ്മായി, അങ്ങോട്ട് കയറി പ്രേമിച്ചതാ. നിനക്ക് ഭ്രാന്തുണ്ടോ? സത്യം പറയാലോ, ഈ ചോദ്യം ഞാനും ചോദിച്ചതാ. അപ്പൊ ഇവള് പറയാ അയാൾ ഇവളെ കെട്ടൂന്ന്. അത് വെറുതെ പറഞ്ഞല്ല. കെട്ടും എന്ന് പറഞ്ഞാ കെട്ടും. എനിക്ക് അയാളെ ഇഷ്ടമാ. അയാളെ അല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല. അല്ല അമ്മായി, വിറക് കീറിയിട്ടല്ലേ അമ്മായി തുണി അലക്കണോന്ന് പറഞ്ഞ്? അതോ തുണി അലക്കിയിട്ട് വന്ന് വിറക് കീറിയാ മതിയോ? എന്തെങ്കിലും ചെയ്യ. നീൽ മഹേഷ് കെട്ടിയത് തന്നെ.